ഇനി നമുക്ക് നല്ലൊരു ഓട്ടട ചായയുടെ കൂടെ ഇങ്ങനെ കടിച്ച് കഴിക്കാൻ ഉണ്ടാക്കിയാലോ? അടിപൊളിയല്ലേ? ഇതിൻ്റെ ഒരു ഫീല് വേറെയല്ലേ? ഏതൊക്കെ ഫാസ്റ്റ് ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞാലും ഈ ഓട്ടട പോലുള്ള പഴയകാല വിഭവങ്ങൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? അതും വാഴയില വെച്ചിട്ട് ഇങ്ങനെ പൊള്ളിച്ചൊക്കെ എടുക്കുമ്പോൾ ഒന്നും പറയണ്ട. അത് മാത്രമല്ല, ഇത് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണ്. അപ്പോൾ ആ ഗോതമ്പിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഈ മാവിനൊരു ചെറിയ മധുരം വേണേ, അപ്പോഴാണ് കുറച്ചുകൂടെ ഒരു രസം കൂടുന്നത്. അപ്പോൾ മാവിനൊരു കുറച്ച് മധുരം കിട്ടാൻ വേണ്ടി കുറച്ച് ശർക്കര പൊടിച്ചത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് റെഡിയായിട്ട് എടുക്കുക. ഓക്കെ, അതായത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട്. ഓക്കെ, അങ്ങനെ വേണം കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ചപ്പാത്തി മാവിൻ്റെ പാകത്തിനൊന്നും അല്ല, നമ്മൾ പരത്തിയല്ല എടുക്കുന്നത്, ഇതിങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അതിനുശേഷം നാളികേരത്തിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഏലക്ക ചേർത്ത് കൊടുക്കുക. അതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചേർക്കേണ്ടത് നമ്മുടെ ശർക്കരയാണ്. അതായത് ഇതിൽ പഞ്ചസാരയും ചേരുന്നുണ്ട്, ശർക്കരയും ചേരുന്നുണ്ട്. ഇത് ചേരുമ്പോഴുള്ള പ്രത്യേകത എന്താ അറിയോ? ഈ മാവിങ്ങനെ ചൂട് അടിച്ച് ഈ വാഴയുടെ ഉള്ളിൽ കൂടെ ചൂട് ഇങ്ങനെ ആ ഉള്ളിലോട്ട് വരുമ്പോഴുണ്ടല്ലോ, ഈ നാളികേരത്തിൻ്റെ ഇടയ്ക്ക് കൂടെ ഈ ശർക്കര ഉരുകുന്നതിൻ്റെ കൂടെ ഈ പഞ്ചസാര ഉരുകും. പഞ്ചസാരയും കൂടെ ഉരുകി ഇതിനകത്ത് ഇങ്ങനെ മെൽറ്റായി ചേരുമ്പോണ്ടല്ലോ ഒന്നൊന്നര ടേസ്റ്റാണ്. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കഴിക്കുക തന്നെ വേണം. അപ്പോൾ നല്ല ചൂട് ചായ ഇങ്ങനെ റെഡി ആയിരിക്കുമ്പോൾ ഓട്ടട ഉണ്ടാക്കാനായിട്ട് കുറച്ച് വാഴയില വേണം. വാഴയില ഇതുമാതിരി മുറിച്ചെടുക്കുക. അതിനുശേഷം വാഴയിലയുടെ രണ്ട് സൈഡിലും നമുക്കിതുപോലെ പരത്തി കൊടുക്കാം. അപ്പം മനസ്സിലായല്ലോ പാകം. മാവ് എങ്ങനെ വേണം? കുറച്ച് വെള്ളത്തിൽ കൈ പ്രസ് ചെയ്തിട്ട് വേണം ഇതിങ്ങനെ പരത്തേണ്ടത്, അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ ശർക്കരയും തേങ്ങയും നമ്മുടെ ഏലക്കയും പിന്നെന്തായിരുന്നു പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തതിന് ഇതുപോലെ നിറച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും ഇതുപോലെ മടക്കിയതിന് ശേഷം കറക്റ്റായിട്ട് ഇത് വെക്കണേ. ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ദോശക്കല്ല് വെച്ച് ചൂടാകുമ്പോൾ അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയ തീ തന്നെ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തതിന് ഇത് ഒരു സൈഡ് അടച്ച് വെച്ച് എന്നിട്ട് അടുത്ത സൈഡ് മറിച്ചിട്ട് ആ സൈഡ് അടച്ച് വെച്ച് ഇങ്ങനെയൊക്കെ വേണം വേവിച്ചെടുക്കേണ്ടത്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ വാഴയില ആ ഒരു ചെറിയ തീയിൽ നന്നായി വാടി പിന്നെ അത് പൊള്ളി അതിൻ്റെ പാകത്തിനായി വരുമ്പോണ്ടല്ലോ ഉള്ളിലിരിക്കുന്ന മാവും ശർക്കരയും പഞ്ചസാരയും ആ ഏലക്കയുടെ മണവും ഒക്കെ കൂടി എൻ്റെ പൊന്നോ, ഓട്ടട ഒരു ഒന്നൊന്നര ഓട്ടടയാണ് കേട്ടോ. ഇതിങ്ങനെ ഈ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് വിശക്കും. അതാണ്. അപ്പോൾ ചായ റെഡിയാക്കി വെക്കുക. ചായ ഇങ്ങനെ ചൂടോടെ ഒഴിക്കുമ്പോഴേക്കും ഈ സംഭവം റെഡി ആയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആ പഞ്ചസാരയും കൂടെ മെൽറ്റായിട്ടുള്ളത് കാരണം ഉണ്ടല്ലോ, ഈ പഞ്ചസാരയും ആ ശർക്കരയും പിന്നെ നാളികേരവും പിന്നെ ആ ഒരു ഏലക്കയും എല്ലാം കൂടി ഇതിനെ മെൽറ്റായി നമ്മുടെ ഗോതമ്പ് മാവിലോട്ട് ചേർന്നു. പോരാത്തതിന് ഗോതമ്പ് മാവിന് കുറച്ച് മധുരം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ചേർത്തിരുന്നല്ലോ. അപ്പോൾ അതും കൂടെ ആയപ്പോൾ അടിപൊളി ടേസ്റ്റായി. അതിന് ശേഷം നമുക്ക് ഒന്ന് തണുക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ, ഇതിങ്ങനെ എടുത്ത് കഴിച്ചാൽ മതി. കട്ട് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുറിച്ചൊക്കെ കൊടുക്കുമ്പോൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മുറിച്ചൊക്കെ പ്ലേറ്റിൽ അടുക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാണുമ്പോൾ ഒരു കൗതുകം തോന്നും. നമുക്കങ്ങനെ മുറിക്കേണ്ടൊന്നും ആവശ്യമില്ല, അങ്ങനെ ഇലയോട് എടുക്കുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. ഒരു ചായയും കൂടെ ഉണ്ടെങ്കിൽ ഗംഭീരമായി. ഒരാൾക്ക് ഒരെണ്ണം വെച്ച് കഴിച്ചാൽ തന്നെ വയറ് നിറയും. നല്ല കിടിലൻ ടേസ്റ്റിൽ അടിപൊളിയായിട്ട് നല്ല നൊസ്റ്റാൾജിക് ഫീലുള്ള നമ്മുടെ ആ ഒരു സ്വന്തം ഓട്ടട ഈ ഓണക്കാലത്ത് വൈകുന്നേരം ഇതിൽ പരം അടിപൊളി വേറെ വിഭവം ഏതുണ്ട്? അപ്പോൾ എല്ലാവരും വേഗം പോയിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എപ്പോൾ തന്നെ വീട്ടിലുണ്ടാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കാണുന്നത് അവിടെ നാളികേരമുണ്ട്, ഇവിടെ ഏലക്കയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ വേഗം പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ആവണം.